തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. തല പൊളിഞ്ഞു പോകുന്ന പോലെ. ഒരു ഗുളിക കഴിക്കാം. ഞാൻ കിഡ്നി എന്ന പേരിൽ നിങ്ങളുടെ നട്ടലിൻ്റെ ഇരുവശങ്ങളിലായി പയറുവിത്തറിൻ്റെ ആകൃതിയിൽ ഞാൻ പരിലസിച്ചിരുന്നു. കേരളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെറ്റ്സ് ബോർഡുകളിൽ എൻ്റെ പേരെഴുതിയിരിക്കുന്നത് കാണാം. വൃക്ക രോഗികൾക്ക് ധനസഹായം ചെയ്യുക. കഴിഞ്ഞ 15 വർഷം മുമ്പ് എന്നെ ആരും അറിയുക പോലുമില്ലായിരുന്നു. ഇന്ന് ഞാൻ കുപ്രസിദ്ധമാണ്. ഡോക്ടർമാർ എന്നെപ്പറ്റി പഠിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം എനിക്ക് കാര്യമായ രോഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അഥവാ ഞങ്ങൾക്ക് ഒരാൾക്ക് കേടുവന്നാലും മറ്റൊരാൾ അത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഡയാലിസിസിന് കിഡ്നി മാറ്റിവെക്കാനും പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്ന നടപടികൾ മാറ്റിവെക്കുക. നിങ്ങൾ സുന്ദരനാവാനല്ല സുന്ദരിയാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ പോലും എന്നെ കർപ്പിച്ച് കളയുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പലതും എന്നെ അപകടത്തിലേക്ക് എത്തിക്കുന്നു. കോളയും മറ്റും കുടിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന കഷ്ടത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില മരുന്നുകൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മൂത്രം ഒഴിക്കാൻ നേരത്ത് അതിൻ്റെ നിറവും ഗന്ധവും രൂക്ഷമാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചെറിയൊരു തലവേദന വരുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന വേദന സംഹാരികൾ പോലും എന്നെ തകർത്ത് കളയുന്നു. നിങ്ങൾ അല്പം വേദന സഹിച്ചാൽ അത് ശരീരം തന്നെ പരിഹരിച്ചോളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷം ഞാൻ അരിച്ചു മാറ്റാം. നിങ്ങളുടെ വീട് കഴുകി വൃത്തിയാക്കാൻ ധാരാളം വെള്ളം വേണ്ടേ? നിങ്ങളുടെ ശരീരമാകുന്ന ഈ വീട് കഴുകി വൃത്തിയാക്കാൻ കുറച്ച് വെള്ളമെങ്കിലും ഒന്ന് ഒഴിച്ചു തന്നൂടെ? അതില്ലാത്ത മൂലം എന്നിൽ കാൽസ്യം അരിഞ്ഞുകൂടി കല്ലുപോലെ ഉറച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? ദയവായി മര്യാദയ്ക്ക് വെള്ളം കുടിക്കണേ. സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾ, വേദന സംഹാരികൾ, പാക്കറ്റ് ഫുഡുകൾ, ബേക്കറി പലഹാരങ്ങൾ ഇവയെല്ലാം എന്നെ തകർക്കുന്നവയാണ്. നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചാൽ ഞാൻ നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് ഉറപ്പ് പറയുന്നു. ഓർക്കുക, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. മൂത്രം പിടിച്ചു വെച്ച് എന്നെ ദ്രോഹിക്കരുതേ. ആവശ്യത്തിന് വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കാൻ സന്ദേശം കിട്ടുമ്പോൾ മൂത്രം ഒഴിച്ച് എന്നെ എപ്പോഴും ഫ്രഷാക്കി സൂക്ഷിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പഞ്ചസാര കുറച്ച് കഴിച്ചാൽ എൻ്റെ ജോലിഭാരം കുറഞ്ഞു കിട്ടും. നിങ്ങൾ കൂടുതലായി പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളോ പാനീയമോ കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ അധികം വരുന്ന ഷുഗർ ഫിൽറ്റർ ചെയ്ത് ഞാൻ ആകെ അവശനാകും. നിങ്ങൾക്ക് പ്രായമാകുന്നതിനനുസരിച്ച് കിഡ്നി ആകുന്ന എനിക്ക് പ്രായമാകുന്നെന്ന് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ആരോഗ്യത്തോടെ ജീവിക്കുക, തിരിഞ്ഞടിക്കാത്തതിനെല്ലാം തിന്നുകളയെന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ മനുഷ്യ, നീ തയ്യാറായാൽ നിന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ സേവിച്ചു കൊള്ളാമെന്ന് നിങ്ങളുടെ സ്വന്തം കിഡ്നി. കിഡ്നിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ? ഞാനടക്കമുള്ള മലയാളികൾക്ക് എല്ലാം ഒരു പ്രശ്നമുണ്ട്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുക. എന്തായാലും കിഡ്നിയും സന്തോഷമായിട്ടിരിക്കട്ടെ, നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. താങ്ക് യു.